ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എതിർക്കുന്നു. എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഒരു വനിത, നിങ്ങളെപ്പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല. 10,000 കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമ ബംഗാളിലെ മമതാജി പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അല്ല, അത് കൂട്ടാമെന്ന് പറയേണ്ട കാര്യമില്ല. 2,500 രൂപ പ്രകടന പത്രിക പറഞ്ഞതല്ലേ 2021. ആ 21 പറഞ്ഞ പ്രകടന പത്രിക നടത്താൻ തയ്യാറാവാത്തവർ ഇപ്പം 5 കൊല്ലം കഴിഞ്ഞിട്ടും 400 രൂപ കൂട്ടിയത് ഇലക്ഷന് 3 മാസം മുമ്പാണ്. ഇലക്ഷന് 3 മാസം പ്രഖ്യാപനം. അവർക്കറിയാം ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും, UDFിൻ്റെ സർക്കാർ വരും. ആ സർക്കാർ വന്നാൽ ഇതൊക്കെ നടപ്പിലാക്കുന്ന അവർക്കറിയുന്നതുകൊണ്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തുന്നതാണ് അവർ. അതിലൊന്നും ജനം വീഴാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിലെ ജനം തീരുമാനിച്ചിട്ടുണ്ട്, മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ടുള്ള കാര്യം സത്യമാണ്.